ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മുടെ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ഗോൾഡൻ ഫേഷ്യൽ നമുക്ക് ഒരു ചിലവുമില്ലാതെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്ത് എങ്ങനെ അത്രയും റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞൾ പൊടിയാണ്. പച്ചപ്പാലെന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കും അത് കളയും കേട്ടോ. നല്ലൊരു ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ സംഭവം തന്നെയാണ് പച്ചപ്പാൽ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി, അതെന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളൊരു സാധനമാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ക്ലെൻസിങ് ചെയ്യുന്നത് കേട്ടോ. കാണുമ്പോൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് അതുപോലെ ചെയ്താലേ നമുക്ക് ഇതേ എഫക്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചപ്പാലേന എടുത്തു, കസ്തൂരി മഞ്ഞൾപ്പൊടി എടുത്തു, അരിപ്പൊടി എടുത്തു, നാരങ്ങ എടുത്തു, മഞ്ഞൾപ്പൊടി എടുത്തു, കസ്തൂരി മഞ്ഞൾപ്പൊടി, ഹണി എടുത്തു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് ഫേസിൽ സർക്കുലർ മോഷനിൽ ഒന്ന് ജെൻറ്റിലായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡേർട്ടും പിന്നെ മൂക്കിൻ്റെ സൈഡിലും ചുണ്ടിൻ്റെ സൈഡിലും നെറ്റിയുടെ മുകളിലുള്ള കുരുക്കളെല്ലാം ഇളകിപ്പോകാൻ ഹെൽപ്പാവും ഈ സ്ക്രബിങ് കാരണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി മുഖത്ത് ഫേസിൽ ഫുള്ളും വെച്ച് കൊടുക്കുന്നുണ്ട്. മൂക്കിലൊക്കെ നന്നായിട്ട് നമ്മൾ പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഫേസിലുള്ള പോഴ്സൊക്കെ ഓപ്പൺ ആവും കേട്ടോ. സ്റ്റെപ്പ് 4 ആണ് അടുത്തതായിട്ട് നമ്മൾ പച്ചപ്പാല തന്നെ എടുത്തു. അതിനുശേഷം കസ്തൂരി മഞ്ഞൾ പൊടി എടുത്തു. മസാജിങ് ആണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞൾ പൊടി എടുത്തു, എന്നിട്ട് നമ്മൾ അല്പം ഹണി എടുത്തു. എന്നിട്ട് നമ്മൾ ഫേസിൽ ജെൻറ്റിലായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പോഴ്സൊക്കെ നമ്മൾ സ്റ്റീമിങ് ചെയ്തുകൊണ്ട് പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ മസാജ് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊരു മസാജ് കിട്ടും. നമ്മുടെ കുരുക്കളൊക്കെ ഇളകി പോകാനും ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ പോഴ്സൊക്കെ ഓപ്പണായി നമുക്ക് നല്ലൊരു മസാജും കിട്ടും. നമ്മുടെ മൂക്കിൻ്റെ അടിയിലും സൈഡിലും ഉള്ള എല്ലാ കുരുക്കളും, ചെറിയ ചെറിയ കുരുക്കളും തരികളും നെറ്റിയിലുള്ള എല്ലാം മാറിക്കിട്ടും കേട്ടോ. എനിക്കറിയാം ഇതൊരു കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. ഇത് നമ്മൾ ഇതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ ഇങ്ങനെ എല്ലാ പ്രോസസ്സും പതുക്കെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കും. നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ലാസ്റ്റായിട്ട് സ്റ്റെപ്പ് 5 ആണ് ഫേസ് പാക്കാണ്. ഇതിനായിട്ട് നമ്മൾ പച്ചപ്പാൽ, കസ്തൂരി മഞ്ഞൾ, പയറുപൊടി, ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി, നാരങ്ങ നീര്, തേന്, ഇത്രയും സാധനങ്ങളും കൂടി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്.
മിനിറ്റ് അത്രയും മതി. 15 മിനിറ്റ് മതിയാവും കേട്ടോ. 20 മിനിറ്റൊക്കെ ആവുമെങ്കിലേ നന്നായിട്ട് ഇറുകി പിടിച്ച് പോകുമെന്ന് തോന്നുന്നു. ഒരു 15 മിനിറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളയണം. അടിപൊളി പാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. തേനൊക്കെ ഇടുമ്പോൾ ഈച്ചയ്ക്ക് എന്തോ ഒരു ഈച്ച കിടന്ന് പറക്കണുണ്ട്. തേനൊക്കെ അല്ലേ നമ്മൾ ആഡ് ചെയ്തിരിക്കും, തേനും പാലും ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 15 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഉണങ്ങിയിട്ടേ ഉള്ളൂ, വലുതായിട്ട് ഇറുകി പിടിച്ചതുപോലെ ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. പച്ചവെള്ളത്തിൽ തന്നെയാണ് വാഷ് ചെയ്തത് കേട്ടോ, നന്നായിട്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ ഏതാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്